ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഇന്നലെയും കാര്യമായ മഴ ആലപ്പുഴയിലുണ്ടായിരുന്നു അല്ലേ? വെള്ളക്കെട്ടുകൾ, അതുപോലെ ക്യാമ്പുകൾ, കുട്ടനാടിൻ്റെ സ്ഥിതി, തീരമേഖല എല്ലാം ഒന്ന് ചുരുക്കി. തീർച്ചയായിട്ടും ശരത്തെ, ഇന്നലെ ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അന്തരീക്ഷം നമുക്ക് കാണുമ്പോൾ അറിയാം. കുട്ടനാടിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം ക്യാമ്പുകൾ, ഇന്നലെ രാത്രി വരെ 50 ക്യാമ്പുകളായിരുന്നു. നേരം വെളുക്കുമ്പോൾ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 5000-ലധികം അധികം ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കാർത്തികപ്പള്ളി താലൂക്കിലും അമ്പലപ്പുഴ താലൂക്കിലുമാണ്. അതോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശങ്ങളിലുമൊക്കെ തന്നെ കടലാക്രമണവും ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റ് ക്രമീകരണങ്ങളുമൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. പൊതുവേ ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. കിഴക്ക് നിന്ന് വെള്ളം, മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ കടലിലേക്ക് പോകുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കം കുട്ടനാടിനെ ബാധിച്ചിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാനത് കാരണമായേക്കാം. ടൂറിസം മേഖലയും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചെറിയ വള്ളങ്ങളൊന്നും തന്നെ ഓടിക്കരുതും. സ്പീഡ് ബോട്ടുകൾക്കൊക്കെ തന്നെ നിയന്ത്രണം നൽകിയിട്ടുണ്ട്. ഹൗസ് ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇത്തരത്തിൽ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ കാര്യമായിട്ടുള്ള ഭീഷണികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ വീടുകൾ, ഏതാണ്ട് 70ഓളം വീടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭാഗികമായി തകർന്നു. 10 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. ഇത്തരം കണക്കുകളൊക്കെ തന്നെ റവന്യൂവിൻ്റെ മുൻപിലുണ്ട്. പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണം നമുക്ക് പറയേണ്ടത്. ശരത്തെ. ശരി ഷാജഹാൻ.